കേരളത്തിലെ ന്യൂനപക്ഷക്കാർക്ക് അപകടത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഉപദേശം ഫ്രീ ആയിട്ട് അങ്ങ് തരികയാണ്. കാര്യം ഏതെങ്കിലും ഒരു വ്യക്തി അപകടത്തിൽ പെടും എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാനേ പറ്റുള്ളൂ. പിന്നീട് അത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പെട്ടതിന് ശേഷം അനുഭവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സതീശനെ കണ്ടിട്ട് അല്ലെങ്കിൽ സതീശന്റെ വാചാടോപങ്ങൾ കേട്ടിട്ട് അതിൽ പുളകിതരായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളോട് പറയാനുള്ളതാണ്. നിങ്ങൾ കോൺഗ്രസിനെയും സതീശനെയും കണ്ണടച്ച് വിശ്വസിക്കുകയാണോ? ഈ രാജ്യത്താകമാനം നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധം വീണ്ടും സംഭവിക്കാൻ പോവുകയാണ്. വളരെ മോഹന വാഗ്ദാനങ്ങളും ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ അപ്പോസ്തലനായി നിൽക്കുന്ന വ്യക്തി. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാം. അതായത് പഴയ നരസിംഹറാവു ഇന്നിപ്പോ പുതിയ സതീശൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് എന്ത് സംഭവിച്ചത്? ബാബറി മസ്ജിദ് തകർന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി അന്ന് UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ലീഗ് അതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ കോൺഗ്രസിനെ വിശ്വസിച്ച ന്യൂനപക്ഷങ്ങളെ പിന്നീട് അവിടെ രാമക്ഷേത്രം പണിയുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വെള്ളി ഇഷ്ടിക കൊടുത്തു വിട്ടവരാണ്. ആ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിങ്ങളുടെ രക്ഷകരാകുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളമെന്ന തുരുത്തിനകത്തിരുന്ന് നിങ്ങൾക്ക് അത് വിശ്വസിക്കാം. കേരളം വിട്ടുകഴിഞ്ഞാൽ ഒരു സംസ്ഥാനങ്ങളിലും ആ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരില്ല. കർണാടകയിലെ ബംഗളൂരുവിൽ കോൺഗ്രസ് ഭരിക്കുന്നിടത്താണ് ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന യലഹങ്കിയ കോളനിയിലേക്ക് ബുൾഡോസറുകൾ ഓടിച്ചു കയറ്റിയത്, അല്ലെങ്കിൽ ബുൾഡോസർ കൊണ്ട് അനവധി കുടുംബങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വഴിയാധാരമാക്കിയത്. ഈ അടുത്ത ദിവസം ഭവന പദ്ധതി വാഗ്ദാനം ചെയ്തതിന് ശേഷം കൊടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചത് വലിയ വാർത്താ വിസ്ഫോടനമാകാത്തത് കൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ കേരളമെന്ന തുരുത്തിൽ സംഘപരിവാറിനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ചെറുക്കാത്ത സതീശനും സതീശന്റെ വലം കൈയായിട്ട് നിൽക്കുന്ന ഷാഫി എന്ന സുഡു രാജകുമാരനും കൂടി ചേർന്ന് നിങ്ങൾക്കിവിടെ ഒരു മധുര മനോജ്ഞ നാട് സമ്മാനിക്കുമെന്ന് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ലോക്സഭാ സമ്മേളനം ഇപ്പോൾ കടന്നു പോവുകയാണ്. 18 എംപിമാരെ ലോക്സഭയിലേക്ക് നിങ്ങൾ പറഞ്ഞയച്ചു. ഏതെങ്കിലും ഒരു വ്യക്തി ബ്രിട്ടാസിനെ പോലെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്നത് നിങ്ങൾ കേട്ടോ? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാം, അത് അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ നിന്ന് 18 പേര് പോയി. ആരെങ്കിലും ഒരാൾ, മുസ്ലിം ലീഗിൽ നിന്ന് 2 പ്രതിനിധികൾ സംഘപരിവാറിനെ ശക്തമായി എതിർക്കുന്നത് എവിടെയാണ് കാണേണ്ടത്? ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം രാജ്യസഭയിൽ നിന്ന് വളരെ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. CPM-നെ തിരിച്ചടിക്കാൻ വേണ്ടി സദാനന്ദം മാഷ് 2 കാലവിടെ ഇളക്കി വെച്ചിട്ട് CPM അക്രമ രാഷ്ട്രീയമാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നം കോൺഗ്രസുമായിട്ട് ഇവർക്കില്ല.